കുട്ടികൾക്കായാലും അതുപോലെ മുതിർന്നവർക്കായാലും ഒരുപോലെ അവരുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റാഗി എങ്ങനെയെല്ലാം യൂസ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. റാഗി നമുക്ക് വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ വെയിറ്റ് ഗെയിൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതിൻ്റെ ആ ഒരു കുറുക്കുണ്ടാക്കി കൊടുക്കുന്നതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് നമുക്ക് റാഗി നല്ല രീതിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് വീഡിയോസ് റാഗിനെ പറ്റി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് അതുകൂടി ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് റാഗിയാണ്. ഞാനിപ്പോൾ ഇതുപോലത്തെ റാഗിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ പൗഡർ ഫോമായിട്ട് നിങ്ങളിപ്പം പാക്കറ്റ് കവർ വാങ്ങുന്ന റാഗിയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയായാലും എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ മുഴുവൻ റാഗി വാങ്ങിയതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ജസ്റ്റ് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ മയം കംപ്ലീറ്റ് ഒന്ന് മാറ്റിയിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മിക്സർ ജാറിലിട്ട് പൊടിച്ചിട്ട് അങ്ങനെ പൗഡർ ഫോമാക്കി സൂക്ഷിച്ച് വയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചും സൂക്ഷിക്കാവുന്നതാണ്. ഞാനിപ്പോൾ റാഗി പൗഡർ വാങ്ങുന്നതിനേക്കാളും ഇതുപോലത്തെ മുഴുവനായിട്ടുള്ള റാഗി വാങ്ങിയതിന് ശേഷമാണ് ഇതുപോലെ നല്ല പൗഡർ ഫോമാക്കി പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പൗഡർ റെഡിയാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ആവശ്യാനുസരണം നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം റാഗി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് കുറുക്ക് പരുവത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂണോളം റാഗി എടുക്കുക. അതിലോട്ടൊരു 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇതിലിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് മധുരമോ ഉപ്പോ ഒന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് റാഗിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറുക്ക് റെഡിയാക്കി എടുത്തിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പോളം പശുവിൻ പാൽ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂട് മാറിയിട്ടുള്ള പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. പാക്കറ്റ് കവർ പാലിനേക്കാൾ ഏറ്റവും നല്ലത് പശുവിൻ പാലാണ്. ഇപ്പോൾ പശുവിൻ പാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ഒരു 1/2 കപ്പോളം ഓട്സ് കുക്ക് ചെയ്തത് എടുത്താലും മതിയാകും. പക്ഷെ നമ്മൾ ഇതിന് ഇപ്പോൾ പാലെടുക്കുന്നതായിരിക്കും കുറച്ചും കൂട്ടിയിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടുക. അപ്പോൾ പാൽ ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളം പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഡേറ്റ്സ് ആണ്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ കൽക്കണ്ടം ഉണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കുക. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ മാക്സിമം കൽക്കണ്ടം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടിയിട്ട് നല്ലത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കൽക്കണ്ടവും ചേർത്ത് കൊടുത്തിട്ട് ഒരു ഡേറ്റ്സ് ആ ഒരു അളവിൽ നിങ്ങൾക്ക് ചേർക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു 3 തൊട്ട് 4 ഡേറ്റ്സ് വരെ നിങ്ങൾക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഡേറ്റ്സ് ഇപ്പം കുറച്ച് കട്ടിയായിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ ജസ്റ്റ് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ വെച്ച് കുതിർത്തതിന് ശേഷം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. കുരുവൊക്കെ മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് ബനാനയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ കുഞ്ഞ് ബനാന ആണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബനാന ചേർത്ത് കൊടുക്കുക. ഇതിൽ ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. ബനാന നമുക്ക് ഹെൽത്ത് വൈസ് വളരെയധികം നല്ലതാണ്. നമ്മൾ ഡെയിലി ഓരോ ബനാന വെച്ച് കഴിക്കുന്നത് നമുക്ക് വളരെയധികം നല്ലതാണ്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഈ ഒരു സ്മൂത്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതിലോട്ട് നമ്മൾ കുറുക്കിയെടുത്തിട്ടുള്ള റാഗിയോട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നട്ട്സ് ചേർത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുകയോ, സീഡ്സ് ഒക്കെ ഉണ്ടല്ലോ, സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്, അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഈ ഒരു പറയുന്ന രീതിയിൽ ഈ ഒരു കുറുക്ക് റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇത് രാവിലെ ഒരു ഗ്ലാസ് ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് കുടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ റിസൾട്ട് കിട്ടുക. അതിപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ രാവിലെ വെറും വയറ്റിൽ തന്നെ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 വീക്സ് കുടിക്കുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് നല്ലൊരു രീതിയിലൊരു വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.